ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മീനില്ലാത്ത ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് എന്താണെന്നല്ലേ? അത് ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കണത് അറിയാം. നേന്ത്രക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മീനില്ലെങ്കിലും നമുക്ക് മീനിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നേന്ത്രക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നേന്ത്രക്കായാണ് ഞാൻ 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തന്നെ ഞാനിവിടെ അങ്ങനെ നമുക്ക് വറവിടാനായിട്ട് വട്ടത്തിൽ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്, ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂണ് നല്ലോണം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത്. പിന്നെ കുറച്ച് ഞാൻ പെരിഞ്ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. അവിടെ പെരിഞ്ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഞാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കിനി ഉണ്ടല്ലോ, ഈ നേന്ത്രക്കായുടെ തോല് നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ, നമ്മൾ എന്താ പറയുക, കാളനൊക്കെ നമ്മൾ നേന്ത്രക്കായ ആക്കില്ല, അതേപോലെ നമുക്ക് ഇതിൻ്റെ മേലത്തെ തോട് ഇങ്ങോട്ട് കളയാം കേട്ടോ. ഇതേപോലെ നമുക്കിത് ഇങ്ങോട്ട് കളയാം. ഇനി ഞാനിതെല്ലാതും ഇതേപോലെ ആക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. നമുക്കിനി ആ നേന്ത്രക്കായ ഉണ്ടല്ലോ നുറുക്കി എടുക്കാം. അതിന് നമുക്ക് ഇതേപോലെ ചെരിച്ചിട്ടേ കാണാനില്ല, ചെരിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് നുറുക്കിയെടുക്കാം. മീന് നമ്മൾ നുറുക്കണ പോലെ കണ്ടില്ലേ? ഇതേപോലെ ഞാനിതെല്ലാതും നുറുക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ ആ നേന്ത്രക്കായ നുറുക്കി വെച്ചിട്ടില്ലേ, അതിന് നമുക്ക് മത്സ്യത്തിന്റെ ഉൾഭാഗം പോലെ നമുക്കൊന്നും കൂടെ അങ്ങനെ ആക്കി കൊടുക്കാട്ടോ. അപ്പോഴല്ലേ അതിന്റെ കൂടുതലായിട്ടൊരു ഭംഗി ഉണ്ടാവുക. മത്സ്യക്കൂട്ടം പോലെ തന്നെ ഇരിക്കണ്ടേ. അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കണ്ടുക. ഇതേപോലെ നമുക്കിതെല്ലാതും ആക്കി വെക്കാം കേട്ടോ. ഇതാ ഞാൻ ഇതേപോലെയൊക്കെ നുറുക്കി വെച്ചതൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലിടാം. എന്നാലാണല്ലോ അതിൻ്റെ കറയൊക്കെ പോകുള്ളൂ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ നാളികേരം ചിരകി വെച്ചിട്ടില്ലേ, ഈ നാളികേരം ചിരകി വെച്ചിട്ട് വറുത്തെടുക്കാം നമുക്ക്. അതിന് വേണ്ടി ഞാനതവിടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മല്ലിപ്പൊടിയും കൂടി അവിടെ ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങോട്ട് ചൂടായതിൻ്റെ ശേഷം ഇടാം കേട്ടോ മല്ലിപ്പൊടി. നാളികേരം ഒന്ന് ഒരുവിധമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ മല്ലിപ്പൊടി അവിടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കാം. അതിൻ്റെ ശേഷം ഇത് നമുക്ക് അരയ്ക്കാം. നമ്മളുടെ നാളികേരം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് ഈ ചട്ടി വെക്കാൻ. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമ്മളുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഈ നീളത്തിൽ അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്കത് ഇട്ട് കൊടുക്കാം. ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ മൂത്ത് വരട്ടെ. ചെറിയ ഉള്ളി തന്നെയാട്ടോ സ്വാദ്. നമ്മളുടെ
ഉള്ളി ഇപ്പോൾ ഒരുവിധം കുറച്ചായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇങ്ങോട്ട് വഴന്നതിൻ്റെ ശേഷം നമുക്ക് തക്കാളി കൂടി അത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തക്കാളിയും കൂടി അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി കിടന്നിട്ട് വഴണ്ടി വരട്ടെ. അപ്പോഴേക്ക് ഞാനിനി ആ നാളികേരമൊക്കെ അരച്ചിട്ട് വരാം. നമ്മളുടെ ഉള്ളി ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഇത് മൂന്ന് ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. നന്നായിട്ട് ഒന്നിങ്ങോട്ട് പച്ചമണം ഒന്ന് മാറി വരട്ടെ. എല്ലാവരും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളിവിടെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ടല്ലോ മസാല, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മിക്സി കഴുകിയിട്ട് മിക്സിയുടെ ജാറ് നമ്മൾ കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം. എന്താ വെച്ചാൽ ഈ കായൊക്കെ ഒന്നിട്ട് വെന്ത് വരണ്ടേ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കുടംപുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിക്കാം. ഇത് ഈ കുടംപുളി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അക്ഷുറ എന്നാണ് അവളുടെ പേര്. അപ്പം അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. കണ്ടില്ലേ എന്ത് നന്നായിട്ട് നൈസായിട്ടാണ് കണ്ടില്ലേ ഉണക്കി വെച്ചിരിക്കണത്. അപ്പം എന്നോട് എപ്പോഴും പറയൂട്ടെ എന്തെന്നുണ്ടെങ്കിൽ വാങ്ങണ പുളി പോലെ ഇത് കഴുകൊന്നും ചെയ്യണ്ട, അത്രയും നന്നായിട്ട് ഞാൻ ഉണക്കിയെടുത്തതാണ്. അപ്പം അതുകൊണ്ട് വളരെ നല്ലതാണ്. ഇതേപോലെ എന്താണ് നൈസായിട്ടാണ് ആക്കും ചെയ്യാൻ. കണ്ടില്ലേ ഇടയ്ക്ക് എന്നോട് പറയും ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണതും നല്ലതാണെന്ന്, വയറിനൊക്കെ വളരെ നല്ലതാത്ര. എനിക്ക് എല്ലാ കൊല്ലവും അവള് ഇതേപോലെ ഇങ്ങനെ കൊടുത്തയക്കാറുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമുക്ക് കുടംപുളി ഇട്ട് വെച്ചാൽ മത്സ്യക്കൂട്ടാനൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ നേന്ത്രക്കായുടെ കഷ്ണമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഉണ്ടല്ലോ ഈ നേന്ത്രക്കായുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മീന്. കണ്ട നമുക്ക് മീനിന്റെ പോലെ സൈഡൊക്കെ കടിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു പച്ചമുളകേ ഒന്നിങ്ങനെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഒന്ന് കിടന്നാവട്ടെ. അപ്പോഴേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങിയിട്ട് ഇതിലിന് ഉള്ളിയൊക്കെ വറവിടാൻ നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്കിതിൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. നമുക്കിതിൽ ഉള്ളി വറവിടാം. ഞാനിവിടെ വറവിടാനായിട്ട് ചീനച്ചട്ടിയാണ് അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിരിക്കണത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഉണ്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴഞ്ഞ് വരട്ടെ. നമ്മളുടെ ഉള്ളി ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാൻ വറുത്തരച്ചിട്ടുള്ള വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് മീൻ പല പോലെയും വെക്കാമല്ലോ. പിന്നെന്താ മുളകിട്ടിട്ട് വെക്കാം, പച്ചനാളികേരം അരച്ച് വെക്കാം, വറുത്തരച്ച് വെക്കാം. ഞാനിങ്ങനെ വറുത്തരച്ചിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, മത്സ്യത്തിന്റെ കഷ്ണം പോലെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.